proper decorum within court premises. We there to witness justice in action. കണ്ണാപ്പി കോടതി കണ്ണാപ്പി ഇത് എപ്പോഴാ 10:30? ഞങ്ങൾ അങ്ങോട്ട് വരാം, ഞങ്ങൾ കോടതിയിലോട്ട് വരാം. കേട്ടില്ല. വക്കീല് റെഡി ആയില്ലേ ഇതുവരെ? നിങ്ങൾ എവിടെ ഉണ്ട്? സെല്ലിലാ? എടാ നിന്നെ കോർട്ടിൽ കൊണ്ടുവരുമ്പോ പറ, ഞങ്ങള് കോർട്ടിലോട്ട് വരാം കേട്ടാ. ഒരു പ്രശ്നം കോർട്ടിൽ നിന്ന് ഞങ്ങള് രചിച്ചോളാന്ന്. കൊണ്ടുപോലോ എന്തിനാ പേടിക്കണേ? ഇത്ര വലിയ കണ്ണാപ്പിന്റെ എന്തോ കേട്ടില്ല. ഇത്ര വലിയ നിലയിലെത്തി ഇത് കേസ്. എന്തിനാ കേസ്? മുതുക്കില് നന്നക്കൊന്നേ? അതെന്താ? ഇവ ആരോ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമോ? ഹലോ ആണോ? എടാ മുച്ചിരി, എന്നാ നീ സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ പോലെ നിനക്ക് പരാതി ഇല്ലെന്ന്. ഇല്ല, അത് പറ്റില്ല പറഞ്ഞു. ഹലോ കാർലോ, ഹലോ കേക്കാവോ? ഏയ് ഇത് വേറെ പിള്ളേരുടെ ഓരോ നിർബന്ധം കാരണം ചെയ്തു പോയതാ. ജോഡിയപ്പ ജോക്കി വന്നില്ല ആണോ? ഇവിടെ ഉണ്ടായിരുന്നോ? ഒരു മിനിറ്റ് കാർലോ, നമ്മുടെ കണ്ണാപ്പിയെ കണ്ണാപ്പിയെ കോടതി കൊണ്ട് നിർത്തിയേക്കുന്നു. ഒരു മിനിറ്റ്, എന്തോന്ന് ചോദിച്ചോട്ടെ. ഹലോ എടാ കണ്ണാപ്പി, കണ്ണാപ്പി എന്തോ കാര്യം പറ. നിന്നെ രക്ഷിക്കണോ ഇപ്പം? എടാ നീ എങ്ങനെ രക്ഷിക്കാന്ന് പറ. കോടതി വന്ന് രക്ഷിക്കണോ അതോ പീടി കുത്തി തുറക്കണോ? എന്താ കാര്യം പറ. ഹലോ മുത്തേ, ഹലോ ഹലോ കണ്ണാപ്പി, അവനെ ജയിലിലോട്ട് മാറ്റി കേട്ടാ. ഗവൺമെന്റ് ആശുപത്രിയാ? ഏത് ഗവൺമെന്റ് ആശുപത്രി? അവിടെ വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നെന്ന് പറ. അവിടെ നിങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കാം. നീ 10 വർഷം തൂക്കിലേറ്റും, അല്ലെങ്കിൽ രക്ഷപ്പെടേ. നിന്നെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. ഈശ്വരന്റെ അടുത്ത് പ്രാർത്ഥിക്കാതെ നടക്കുമല്ല. നല്ല വഴി എടാ കേസ് എന്താടാ കണ്ണാപ്പി? കേസ് മുച്ചിരിയെ കൊന്നു. അത് നമ്മുടെ ആളല്ലേ, പറഞ്ഞാ മനസ്സിലാവൂലേ? പക്ഷെ കൊന്നത് ഞാൻ, കൊന്നത് ഭീകരാത്മാവാണ്. കേൾക്കുന്നില്ല. എടാ മുച്ചിരിക്ക് പരാതി ഇല്ലെന്ന് പറഞ്ഞാ പോരേടാ. പബ്ലിക് വയസ്സ് വെച്ച് കൊന്നുള്ള പെരിക് പരാതിയില്ല. ഭീകരാണ് ഇവരെ കൊന്നത്. ആ ഹലോ പറഞ്ഞോ. അണ്ണാ അന്നെ ഇറക്കാൻ വരണം. ഈ വക്കീലതോ തന്നെ ഇപ്പൊ പിടിച്ചാത്തത്. വക്കീല് ഇപ്പൊ ആൾത്തായി. അവനെ വിലക്ക് വെച്ചു വിട്ടു കേട്ടാ. വക്കീലിനെ വിലക്ക് വെച്ചു. സോറി എടാ എടാ നിങ്ങളെ രണ്ടിനെ ഇറക്കാൻ ഞങ്ങളിപ്പോ എവിടെ വരണം? ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആ എന്നെ ഇറക്കാൻ പറ്റില്ല. എന്നെ ഇറക്കാനായിട്ട് വന്ന വക്കീലായിട്ട് പറഞ്ഞ മന്ദാരത്തെ ഇറക്കാനായിട്ട് വക്കീലിനെ കൊണ്ടുവരണം. എടാ ഞാൻ മുച്ചിരിയെ കൊണ്ട്, മുച്ചിരിയാണ് ഉപദ്രവിച്ചത്, ഞങ്ങൾക്കില്ലാത്ത പരാതി ആർക്കാന്ന് പറഞ്ഞ അലമ്പുണ്ടാക്കട്ടെ. കാർലോ മൊത്തം പ്രശ്നമാണ് കാർലോ.
ഹായ് അമ്മായി. അമ്മായി ഉണ്ടോ ഇവിടെ ശരിക്കും? ഇവിടെ വലിയ മീറ്റിംഗ് എന്തോ ഇവിടെ ഗ്യാങ് മീറ്റിംഗ് വല്ലതും ആണോ? ഓക്കെ ഓക്കെ. കാർലോ എന്താ പ്രശ്നം? ഹലോ ഹലോ നമസ്കാരം നമസ്കാരം. സുഖം 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 സുഖം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിപ്പോ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാരും നിങ്ങളെ വിളിക്കാതിരിക്കായിരുന്നു. ഓ MS തിയേറ്ററായിരുന്നു ഇതെല്ലാരും. അയ്യോ എന്താ കംബാക്ക് ആണല്ലേ? ചുമ്മാ ഒരു തിരിച്ചുവരവ് അങ്ങനെ പറയായിരിക്കല്ലേ? എന്നാ അതേനെ വീട്ടിലോട്ടൊന്നും തരുന്നുണ്ട്. ഓ വന്നാ മതി വന്നാ മതി വന്നാ മതി. നമുക്ക് കാണാം നമുക്ക് കാണാം. അപ്പൊ നമ്മളിപ്പോ ആദ്യം കാർലോന്ന് കാണാൻ വേണ്ടി വന്നു. ഇപ്പൊ ബാക്കി അങ്ങനെ എല്ലാരും അടുത്ത് കണ്ട് നമ്മളൊരു വരവുണ്ട് എന്ന് പറയാൻ വേണ്ടിയേ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കാര്യമുള്ളൂ. ഓ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഒരു വിധത്തിൽ ഞാൻ സപ്പോർട്ട് കൊടുത്തത് കുറച്ച് ഇതായിട്ടിരിക്കുകയാണ്. എന്നാലും സപ്പോർട്ട് ഉണ്ടാവും ഉറപ്പായിട്ടും. സപ്പോർട്ടിന്റെ ക്ഷീണങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ മാറി വരുന്നതേ ഉള്ളൂ. കുറച്ചുകൂടെ സപ്പോർട്ട് നമ്മൾ അങ്ങോട്ടും തരും. ഇപ്പൊ അത് നാക്കാനുള്ള ചേച്ചി ഉണ്ടോ അറിയണോ? അതായത് നോക്കാം മാക്സിമം. അത് പറഞ്ഞപ്പോഴാണ് വാളക്കുട്ടി എന്ത് പറയുന്നു? ചന്ദ്രൻ ഇപ്പോഴും വിഷമമുണ്ടോ? ചന്ദ്രൻ എന്ത് വിഷമോ? അവൻ സന്തോഷത്തോടെ പെണ്ണും കെട്ടി വേറെ 4-5 കൊച്ചുങ്ങളുമായി പുതിയ കല്യാണം കഴിക്കാനാണ്. പിന്നെ അവനൊക്കെ എന്തേ പറഞ്ഞത്? അവനൊന്നും ഓർമ്മ പോലും കാണത്തില്ല അങ്ങനെ ഒരു ക്യാരക്ടറിനെ. എനിക്കറിയാം, പറ്റിച്ചതാ. അതെ 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 അതെ. ഇവരൊക്കെ ഫേക്ക് അല്ലേ? അസുറോന്റെ കല്യാണമൊക്കെ ലൈഫൊക്കെ എങ്ങനെ പോന്നു? പെണ്ണാട്ടിയോ? പെണ്ണുങ്ങളുടെ കാര്യമാണെങ്കിൽ എന്തെങ്കിലും അങ്ങനെ പെമ്പിള്ളേരെ പറ്റി എന്തെങ്കിലും സംസാരിക്കണേ കാർലോ എടുത്ത് ചോദിക്കണേ പ്ലീസ്. എന്റെ അടുത്തത് പെണ്ണായല്ലോ. ആ എന്താ പറഞ്ഞ പറയാനുള്ള ആൾക്കാർക്കല്ല അതിനെ പറ്റി പറയാനുണ്ടാവുള്ളൂ. ഉള്ള ആൾക്കാർക്കല്ല അതൊക്കെ പറയാൻ പറ്റുള്ളൂ. നമുക്കതില്ലേ, നമുക്ക് അങ്ങനെ പറയാനും ഇല്ല. അല്ല ഒന്നുമില്ലെങ്കിലും നമുക്ക് ആരെങ്കിലും ഉണ്ടാവും, എവിടെയെങ്കിലും അരിമണിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ആ അരിമണി ആരോ എന്നെ വേവിച്ച് തിന്ന് ഇതുവരെ എനിക്കത് കിട്ടിയിട്ടില്ല എന്തായാലും. അല്ല ഞാനേ പണ്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി സുമതമ്മയെ കെട്ടിച്ചു തരുമെന്ന് ചോദിച്ചിട്ടില്ല. എനിക്ക് വിഷമില്ല അതിന്. നിങ്ങൾക്കും സുമതിയമ്മയ്ക്ക് ചെറിയൊരു വിഷമം ഉണ്ടല്ലോ. അതുപോലെ പണ്ടത്തെ കാര്യം പറയണ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മുക്കുട്ടിയൊക്കെ അത് എനിക്കും തന്നില്ല, കാർലോ എടുത്തില്ല, ആരോ കൊണ്ടുപോയത്. അങ്ങനെ പോയി, അത് അങ്ങനെ പോയി. ഞാനെങ്കിലും അത് കൊണ്ടുപോയത് സമ്മതിച്ചില്ല എന്നെ. ജീവിതം അങ്ങനെയാണ്. ശരിയായി വരും. ഞങ്ങളുടെ കൂട്ടത്തിലൊരു പയ്യനെ ജയിലിൽ കൊണ്ടിട്ടിരിക്കുക. ഒന്ന് പോയി രക്ഷിക്കേണ്ട ഒരു ഗതികേടുണ്ട് ഇപ്പൊ. പെട്ടെന്ന് പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് കാർലോ ഇവിടെ ഉണ്ടാവോ? ഓക്കെ ഓക്കെ. ഞങ്ങൾ എന്നാ ഒന്ന് ജയിലിൽ വരെ പോയിട്ട് പെട്ടെന്ന് വരാവേ. നിങ്ങൾ എന്താന്ന് വെച്ചാ ഗ്യാങ്സിലോട്ട് വന്നാൽ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഞാൻ വിളിച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ്. പേരും കൂടെ ഉണ്ട്, അവരും കൂടെ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് വരാം. ഓക്കെ ഓക്കെ. ജോണി പാപ്പ എനിക്കൊന്ന് സംസാരിക്കണ്ടേ? ഇന്നലത്തെ ആ കേസില് അവനെ ജോക്കിയുടെയും എന്റെയും പേരിൽ ആൾജാമ്യത്തിലാണ് പുറത്തിറക്കിയേക്കുന്നത്. ഈ കേസ് ശരിക്കും എന്താ? ഇപ്പം മറ്റേ ബീച്ചിൽ ചെറുതായിട്ടൊന്ന് മുച്ചിലെ വെടിവെച്ചു. ചന്ദ്രൻ ഇങ്ങനെ പോയി പറഞ്ഞു കണ്ണാപ്പി വെടിവെച്ചെന്ന് പോലീസ് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം ഇവൻ മറ്റേ മാസം കാണിക്കാൻ വേണ്ടി കുറ്റസമ്മതം നടത്തി. അല്ല ഇപ്പൊ പ്രശ്നം അതല്ല, ഇത് പോയി ഒരാളെ പോവുള്ളായിരുന്നു. ഇവനെ രക്ഷിക്കാൻ ഫേക്ക് വേഷം കെട്ടി മന്ദാരം പോയി കള്ള വക്കീലെന്ന് പറഞ്ഞ് അവനെയും പിടിച്ചകത്തിട്ട്. അല്ല ശരിക്കും പറഞ്ഞത് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല. കണ്ണാപ്പിക്ക് പ്രാന്താവുന്ന സർട്ടിഫിക്കറ്റ് സെറ്റ് ആക്കി അത് വേണമെങ്കിൽ ഇറക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഇവൻ പറയും അത് സെറ്റ് ആക്കേണ്ട ആവശ്യമില്ല. അവന്റെ വീട്ടുകാരടുത്ത് ചോദിച്ചാൽ വെറുതെ തരും. അത് അവന്റെ കയ്യിലുണ്ട്, ഓൾറെഡി അതുണ്ട്. പക്ഷെ ഇതിനിപ്പോ പ്രശ്നം എന്താണെന്നറിയോ? ഇന്ന് അവൻ അവിടെ ഹാജരായിട്ടില്ലെങ്കിൽ നാളെ ജോക്കിയും ഞാനും ജയിലിൽ പോകും. ഇല്ല ഹാജരായി, അവൻ ഹാജരായി അകത്താണവൻ.
ഹാജരായി ഒരു already. 5 കോടി രൂപയും കൂടെ കെട്ടിവെച്ചിട്ട് ഒരു ദിവസത്തെ എക്സ്റ്റൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ നമുക്ക് ഒരു വക്കീലിനെ ഇറക്കാം. എങ്ങനെയാ മനസ്സിലായില്ല? ഒരു ദിവസം, അതായത് ഒരു ദിവസം നമ്മളിപ്പോ 5 കോടിക്കാണ് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത് ജാമ്യത്തിന്. ഓ ഇല്ല, അത്രയും കാശ് ഇറക്കാൻ വേർത്തല്ല. അത് പൈസയുടെ കാര്യം വേണ്ട, അത് വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? അല്ല, അത് നമ്മുടെ ഇറക്കത്തില്ലല്ലോ, അവന്റെ കാമുകിയെ വിളിച്ചിട്ടായിരുന്നു നമ്മൾ മേടിച്ചത്. അങ്ങനെ വല്ല സെറ്റ് ആക്കാം. അല്ല, നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ടിറക്കി അങ്ങനെ അത് താല്പര്യമില്ല. പിന്നെ ഈ റേഡിയോയിലൊക്കെ മെമ്പർ ആയതുകൊണ്ട് അവരിങ്ങനെ വിളിച്ച് പറയുന്നതല്ലേ, അപ്പൊ നമ്മളിങ്ങനെ റിയാക്ട്. ഇതിപ്പം ഡീലാക്കാൻ ഒരു വഴിയേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് പരസാറിനെ കാണുക, 5 കോടി കെട്ടിവെച്ചിട്ട് ഒരു ദിവസം എക്സ്റ്റൻഷൻ ചോദിച്ചാൽ നാളെ നമുക്ക് വക്കീലിനെയും കൊണ്ട് പോകും. നാളെ വക്കീലായിട്ട് വരും. ഇന്നാരും ഇല്ല. വക്കീലിനൊരു പ്രശ്നമുണ്ട്. ഇപ്പം പഴയതുപോലെ അല്ലേ, ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്, പരീക്ഷയൊക്കെ പാസ്സായവര് കയറ്റത്തുണ്ട് അവിടെ. അല്ലെ ജോക്കി പോയി വാദിക്കാൻ നോക്കിട്ട് അവിടെ പിന്നെ പ്രതിക്കൂട്ടി കയറിയതേ. ചിലപ്പോ ഈസി ആയിട്ട് ഊരി എടുക്കാം നമുക്ക് കേട്ടോ. പിന്നെ വേറൊരു വക്കീൽ വിളിക്കുന്നവര്, ആ വക്കീൽ മന്ദാരം, ഹലോ. എവിടോട്ട് വരണം? ഞാൻ പീഡിയിലോട്ട് വരണോ? Okay, I am coming in 2 minutes. 5 minutes I will be there. Please hold 10 minutes. പിന്നെ വേറൊരു കേസ് ഉണ്ട് കേട്ടോ. ജോക്കിയും കൂടെ ഒന്ന് ഇറക്കേണ്ടി വരും. ജോക്കി ഒരു കള്ളസാക്ഷി പറഞ്ഞായിരുന്നേ. മറ്റേ പോലീസ് തല്ലുന്നത് ഞാൻ കണ്ടു എന്നെന്തോ ജോക്കി പറഞ്ഞിട്ടുണ്ട്. പോലീസ് അല്ലെന്നോ? ആ, പോലീസ് വന്നേ. ശരിക്കും പറഞ്ഞാൽ തല്ലിയിട്ടില്ല, ചെറുതായിട്ടൊക്കെ സാക്ഷി പറഞ്ഞായിരുന്നേ. അത് ചിലപ്പോ അതിനും ചിലപ്പോ ഒന്ന് പോകേണ്ടി വരും. എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ സംഭവിക്കുന്നേ. എന്നാ ഞങ്ങളത് പീടി വരെ പോയിട്ട് വരാവേ, ഞാൻ വന്നിട്ട് വിളിക്കാവേ. ഓക്കെ. എടാ വാടാ, വണ്ടി എടുത്തേടാ. എടാ ഏബലെ, നീ ഉള്ളവന്മാരെ അകത്തിടാതെ ഉള്ള പോയവന്മാരെ തിരിച്ചുകൊണ്ടിരാൻ നോക്കണേ. അണ്ണാ നീല പറയുന്നത് കോടതി എത്തിക്കാൻ, അത് നല്ലതല്ലേ? ദേ നീലേ, നമുക്കൊരു LLB ആവശ്യം ഉണ്ടായിരുന്നു. അറിയാവുന്ന പോലെ വാദിച്ചാൽ മതി. നീല LLB റിയൽ ലൈഫില്. LLB ഫസ്റ്റ്